ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇന്ന് അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്ന് രാവിലെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തി. ടെഹ്റാനിലെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ നടന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയും ആണവ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ ഇടങ്ങളെയുമാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചതെന്നാണ് സൂചന. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയുടെ ഓഫീസിന് സമീപവും മിസൈൽ പതിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഖാംനെയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും വിവരമുണ്ട്. ഇസ്രായേലിനെതിരെയുള്ള ഭീഷണി ഒഴിവാക്കാൻ നടത്തിയ പ്രിവെന്റീവ് സ്ട്രൈക്ക് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഈ നീക്കമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തുനിന്നുള്ള തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇസ്രായേലിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളായ ബങ്കറുകൾക്ക് സമീപം തന്നെ തുടരണമെന്ന് സൈന്യം നിർദ്ദേശിച്ചു. വിമാനത്താവളങ്ങൾ അടച്ചുപൂട്ടുകയും വ്യോമപാത നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകൾ ജനീവയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് പശ്ചിമേഷ്യയെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നു.